I would like to invite our beloved Vice Principal, Reverend Father Thomas Kanyiravelil, to express felicitation. നമ്മുടെ കോളേജിലെ സെസ്റ്റോറയുടെ മുഖ്യാതിഥിയും ഇന്നത്തെ മുഖ്യ സന്ദേശവും നൽകിയ പെരിയ ബഹുമാനപ്പെട്ട ഏത്തക്കാട്ടച്ച, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി സന്നിഹിതരായിരിക്കുന്ന ജോബിൻ പി ജോസഫ് സാർ, ആർഷ കെ പി, നന്ദി പ്രസംഗം നടത്തുന്ന റിൻസി മിസ്, ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജിൻ്റെ ബർസാർ കാരിക്കൊമ്പിലച്ച, ബഹുമാനപ്പെട്ട ടിജോച്ച, HOD-മാരെ, സിസ്റ്റർ, സ്നേഹമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കോളേജിൻ്റെ 10 വർഷം പൂർത്തിയാക്കി 11ാമത്തെ അധ്യയന വർഷത്തിലേക്ക് കാലുകുത്തുവാൻ പോകുന്ന ഈ നിമിഷത്തിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൻ്റെ ജൂബിലി വർഷത്തോട് ചേർന്നുള്ള ഈ കോളേജിൻ്റെ സെലിബ്രേഷനിൽ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുകയാണ്. നമ്മൾ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും വെല്ലുവിളികൾ നേരിടേണ്ട ഒരു കാലം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. മാനസിക വെല്ലുവിളികൾ അതിഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില വെല്ലുവിളികൾക്ക് ഉത്തരം പോലും കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക തരം കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ബോധവാന്മാരും ബോധമതികളും ആയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ഒഴിച്ചുകൂട്ടുവാൻ പറ്റാത്ത ആവശ്യമാണ്. ഇന്ന് സ്പീക്കേഴ്സ് സൂചിപ്പിച്ചതുപോലെ ബൗദ്ധികമായ വളർച്ച മാത്രം പോരാ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ. മുന്നോട്ടുള്ള നാളുകളിലും ഒരുപക്ഷെ ഇതുപോലെ പോകുകയാണെങ്കിൽ കൂടുതൽ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് തുറന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെയും വിശ്വസ്തയോടെ സ്നേഹിക്കുവാനുമുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഇന്ന് നിൽക്കുകയാണ്. ബൗദ്ധിക ജ്ഞാനം കൊണ്ട് മാത്രം ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ തരത്തിലും നമ്മൾ വളരണം. അതാണ് എഡ്യൂക്കേഷന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഓൾ റൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഇന്ന് എഡ്യൂക്കേഷന് അനിവാര്യമായിരിക്കുകയാണെന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഓരോ ദിവസവും കുട്ടികളെയും ടീച്ചേഴ്സിനെയും ജോലി ചെയ്യുന്ന എല്ലാവരെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കളെയും ഒക്കെ ശ്രദ്ധിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും കുശലം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതിലൊരു കാര്യം ഇവിടെ ഞാൻ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 700 കുട്ടികൾ നമ്മുടെ ഈ കോളേജിൽ പഠിക്കുന്നു. 700 പേരും 700 തരത്തിലാണ് എന്ന് ഓരോ കുട്ടിയെയും കുറിച്ച് വിലയിരുത്തുമ്പോൾ അതിശയിപ്പിക്കുന്ന വിസ്മയകരമാക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കോളേജിൽ അതിതീക്ഷ്ണതയോടെ ബോധ്യത്തോടു കൂടി പഠിക്കുന്ന കുട്ടികളുണ്ട്, ആത്മാർത്ഥമായി പഠിക്കുവാൻ പരിശ്രമിക്കുന്ന കുട്ടികളുണ്ട്, പഠനത്തിൽ പേടിയുള്ള കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പരീക്ഷ അടുക്കാറാവുമ്പോൾ. അതുപോലെ തന്നെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാൻ പോലും ബുദ്ധിമുട്ടുള്ള ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളോട് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി കാണുന്ന കുട്ടികളുണ്ട്. ഗുരുക്കന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ പഠനത്തിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത കുട്ടികളും നമ്മുടെ കൂടെയുണ്ട്. പഠനത്തിൽ മാത്രമല്ല മറ്റ് പല കഴിവുകളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരം പോലും വിനിയോഗിക്കാൻ പേടിയുള്ള, മടി കാണിക്കുന്ന, ശ്രദ്ധ കൊടുക്കാത്ത, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാത്ത കുട്ടികളും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 700 കുട്ടികളും 700 തരത്തിലുള്ള കുട്ടികളാണെന്ന്. ഓരോ കുട്ടിയെയും ആത്മാർത്ഥമായി ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്. ഇന്ന് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ അവസരങ്ങളും പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നതാണ് ഒരു നല്ല വ്യക്തിത്വമുള്ള കുട്ടിയുടെ ലക്ഷണം.
അല്ലെങ്കിൽ നല്ല കുട്ടികളായി മാറുവാനായിട്ട് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ലക്ഷണം. പ്രിൻസിപ്പൽ സാർ ഇവിടെ നമ്മുടെ കോളേജിന്റെ അധ്യയന വർഷത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനേകം അവസരങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ബൗദ്ധികമായി വളരുവാനും ആത്മീയമായി വളരുവാനും അതോടൊപ്പം തന്നെ ശാരീരികമായും ഫിറ്റ്നസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഇതെല്ലാം അങ്ങേയറ്റം ഫലപ്രദമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും ഗ്രാജുവലായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വിസ്മയിപ്പിക്കുന്നതും അതുപോലെ തന്നെ വേദനിപ്പിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ടുള്ള കാരണവുമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും ബോധപൂർവം ലക്ഷ്യബോധത്തോടു കൂടി പങ്കെടുക്കുകയും അതുപോലെ തന്നെ വളരുവാനായിട്ട് അതീവ ശ്രദ്ധാലുക്കളുമായിട്ടുള്ള കുട്ടികളുമുണ്ട്. കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. വിദഗ്ധരായ പ്രഗത്ഭരായ ലോകം കണ്ടിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ വ്യക്തിത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമയം ദൈവിക ദാനമാണ്, അത് ബഹുമൂല്യമാണ്. ഓരോ അവസരവും സമയം നന്നായി വിനിയോഗിക്കുന്നവർക്ക് മാത്രമേ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സമയം ബഹുമൂല്യമെന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നിനുമില്ലാത്ത ഒരു പ്രത്യേകത സമയത്തിനുണ്ട്. അത് വാങ്ങുവാൻ കിട്ടത്തില്ല, അതാരെയും കാത്തിരിക്കുകയുമില്ല. ഇതൊരു സമയത്തിൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് നാമാണ് സമയത്തെ ക്രമീകരിക്കേണ്ടത്. സമയം നമ്മെ ക്രമീകരിക്കത്തില്ല. അതുകൊണ്ട് നാം കോളേജിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ, ഫലപ്രദമാക്കുവാൻ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. അതുപോലെ തന്നെ പഠന നിലവാരത്തിൽ പഴയതിനേക്കാൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതും വിസ്മയിപ്പിക്കുന്ന അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇത് പൊതുവെയുള്ള ഒരു ടെൻഡൻസിയാണ്. ഇത് നമ്മൾ തിരുത്തിയാൽ നമ്മുടെ ഭാവിയെ നമുക്ക് സുരക്ഷിതമാക്കാം. സമൂഹത്തിന് നമ്മുടേതായ സംഭാവനകൾ നൽകുവാൻ പ്രാപ്തരായി തീരുവാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും അനേകം പ്രോഗ്രാംസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കി ഈ കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന എല്ലാ മക്കൾക്കും ജീവിതത്തിൻ്റെ വിജയാശംസകളും അതുപോലെ തന്നെ നിങ്ങൾ നേടിയെടുത്ത എല്ലാവിധ വിജയങ്ങൾക്കും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.